ഹലോ, കെ ഓട്ടോമൊബൈൽസ്. മനോഹരൻ സാർ ഇവിടെ ഇല്ല. അദ്ദേഹത്തിന് കടം കൊടുത്ത ആരെങ്കിലും ആണോ? കോണ്ടിനെന്റൽ എക്സ്പോർട്ടേഴ്സിൽ നിന്നോ? അതെ അതെ, മിസ്റ്റർ മനോഹരൻ കെ ഓട്ടോമൊബൈൽസ് പ്രൊപ്പറേറ്റർ ആണ് സംസാരിക്കുന്നത്. ഇങ്ങോട്ട് വരണ്ട, ഞങ്ങൾ അങ്ങോട്ട് വരാം. എടാ ജോസഫേ, കേശവ, ഗോവിന്ദ, നാരായണൻകുട്ടി, നമ്മൾ രക്ഷപ്പെട്ടടാ. കോണ്ടിനെന്റൽ എക്സ്പോർട്ടേഴ്സിന്റെ മുതലാളി എം.എൻ. നമ്പ്യാരുടെ കാറ് കേടായെന്ന് നമ്മൾ രക്ഷപ്പെട്ടു. ഇത്രയും കാലത്തെ അധ്വാനത്തിന് ഫലമുണ്ടായിരിക്കുന്നു. എവരിപടി കെട്ടടി. പായി നോക്കിക്കാതെ എന്തെങ്കിലും പണിയെടുക്കടാ. നമ്മൾ കഠിനമായി അധ്വാനിക്കുന്നവരാണെന്ന് ഇവർക്ക് തോന്നി കിട്ടിയാൽ മതി. നമ്മൾ രക്ഷപ്പെട്ടു. ആ സ്ഥാനം ചുറ്റിയിലൊക്കെ എടുക്ക. ഇത്തിരി പണിയേ ഉള്ളൂ. ഒന്ന് രണ്ടിടത്ത് തയ്ക്കണം, ചക്കു മാറ്റണം, കുതിര ഒന്ന് ഒടിഞ്ഞിരിക്കുക, പിന്നെ ഈ തുണി ഇളയപ്പോഴൊന്ന് ശരിയാക്കണം, പിടി ഉറപ്പിക്കണം. അങ്ങനെ പണി വളരെ കുറച്ചേ ഉള്ളൂ. കൂലി പറ. 50 പൈസയുടെ പണിയേ ഉള്ളൂ. 75 പൈസ തരാം. ഇതങ്ങ് നന്നാക്കി കൊടുക്കി. സാധനെ നിങ്ങൾ നന്നാക്കിക്കൊള്ളി. നമ്മൾ സഹായിക്കാൻ മൊയ്തീനെ, നിങ്ങൾ നന്നാക്കി കൊടുക്കി. നിങ്ങൾ നന്നാക്കിക്കൊള്ളി. നമ്മൾ കോൺസ്റ്റബിളിലെ നിങ്ങളല്ലേ ആഫീസർ, ഇതങ്ങ് നന്നാക്കി കൊടുക്കി. അതിപ്പോ നോക്കണ്ട, നിങ്ങൾ നന്നാക്കടോ. ഡീസൽ കൊണ്ടുപിടിക്കി. ഡീസൽ ഇപ്പൊ നിറച്ചിട്ടതേ ഉള്ളൂ. എന്നാ ഇപ്പൊ ശരിയായിത്തരാ. മെതിനെ ആ ചെറിയ സ്കൂട്ടർ കൊണ്ട് മെതിനെ ആ ചെറിയ സ്പാൻഡറും കൊണ്ട് എടുക്ക്. ഇപ്പൊ ശരിയായിട്ട്. എപ്പോഴും ഇങ്ങനെ പറയണമെന്നില്ല, ശരിയാക്കി തന്നാ മതി. ഓഹോ, ഇതാണോ കാര്യം? ഏത്? അയ്യോ അല്ല, ഒന്നുമില്ല. ഇതിന്റെ ഗിയർ ബോക്സ് ഒന്ന് അഴിക്കണം. ഓ അത് ശരി. അപ്പൊ ക്ലച്ച് ഇടുമ്പോ ഗിയർ അമർത്തണം അല്ലേ? ഒന്നാം ഘട്ട ക്ലച്ച് കുഴിച്ചെടുത്തോ ഗിയർ വലിച്ചു വരെടുക്കണം. അപ്പൊ ബ്രേക്കോ? ബ്രേക്ക് ഇടുന്നതെല്ലാം കൂടി പണ്ടാണ് അടിക്കാൻ ശേഷം. ഇത്ര ബുദ്ധിയില്ലാത്തൊരു മനുഷ്യൻ എങ്ങനെ പഠിപ്പിച്ചെടുക്കാനാ? അധികം ചൂടാവൊന്നും വേണ്ട. ഞാനേ പോളിടെക്നിക്ക് പഠിച്ചതാ. യന്ത്രങ്ങളുടെ പ്രവർത്തന രീതിയൊന്നും താൻ എന്നെ പഠിപ്പിക്കണ്ട. അതിനാരെതിരെന്ന് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ അല്ല സാധനം അങ്ങോട്ട് ഓടിച്ചോ. നീ ഭിത്തി ഓടിച്ചു കഴി. അയ്യോ, ഭിത്തിക്ക് നോവും. ശക്തിയാക്കി തേച്ചൊരച്ച് കഴിയടാ കഴുതേ. എന്തൊരു വഞ്ചനയാടായത്. പഞ്ചറൊട്ടിക്കാൻ വന്ന കാറിന്റെ എഞ്ചിനെടുത്ത് പുറത്തിട്ടല്ലോ. നീ എല്ലാം കൂടി എന്നെ മുടിപ്പിക്കും. ഞാൻ എവിടെങ്കിലും പോയി ചാവും. പത്രക്കളത്തില് കൂലിപ്പണിക്ക് പോവായിരിക്കും അല്ലയോ? അല്ല, എന്റെ പൊന്ന് ചേട്ടാ, ചേട്ടന് കഷ്ടകാലമാ. കണ്ണിച്ചോരില്ലാത്തവന്മാരാ പണിയെടുത്ത് ചേട്ടന്റെ നട്ടല് റബ്ബറാകും. ഇത് വല്ല ആവോ? ഈ മഴക്കാലം തീരുന്നതിന് മുമ്പ് ശരിയാക്കി തരുമോന്ന്? എങ്ങനെ? മഴക്കാലം തീരുന്നതിന് മുമ്പ് ഇതിന്റെ പണ്ടാരം അടങ്ങുമെന്ന്. ഒരു കൊടുവാളോ ഭാര്യയ്ക്ക് കിട്ടുവോ? ഉണ്ട്. ഇവിടെ താൻ എന്നെ കുത്തുവാള എടുപ്പിക്കാൻ വന്നാണോ? കാലം കുറച്ചാലും ഇപ്പൊ ശരിയാക്കാന്ന് ചിലച്ചോണ്ടിരുന്നാ പോരാ. എപ്പൊ ശരിയാക്കാ ഒക്കൊന്ന് ഇപ്പൊ പറയണം. അങ്ങനെ കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റൂല. നിങ്ങൾക്ക് നമ്മൾ വിശ്വാസം ഇല്ലെങ്കിലേ നമ്മൾ ഇതുവരെ പണിയെടുത്തല്ലേ 2000 റുപ്യം കൂടി തന്നേക്ക് നമ്മളെ കൂടി വിട്ടേക്ക്. 2000 രൂപ? എന്ത് പിന്നാക്കല 2000 രൂപ? പിന്നാക്കലില്ല, ഇതെല്ലാം അയച്ചിട്ടില്ലേ? ആര് വാങ്ങി കഴിക്കാൻ? സർ, വലത്ത് കാല് വെച്ച് അകത്തെ കയറണം. എന്റെ കമ്പനി വരുന്ന ആദ്യത്തെ മഹാനായ മനുഷ്യനാണ് സാർ. എന്റെ ഐശ്വര്യം എല്ലാം സാറിന്റെ പ്രാർത്ഥന പോലെ ഇരിക്കും. ഒരു മിനിറ്റ്. ബിരിയാണിയും ചോറൊക്കെ വാങ്ങിച്ചാ? ഓ വാങ്ങിച്ചു. കുപ്പി വാങ്ങിച്ച കുപ്പി? ഓ വാങ്ങിച്ചു. പക്ഷേ എന്താ പക്ഷേ? എല്ലാം മുതലാളിയുടെ ചേട്ടനെടുത്ത് വിഴുങ്ങി. ചേട്ടനാ? ഇവിടെ അകത്തുണ്ട്. എന്റെ അമ്മയെ കൈയും കാലും പിടിച്ച് കരഞ്ഞും കൊണ്ടുവന്നത് അയാളെ തകരാറാക്കൂ. ആവാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേറെ ദിവസം വന്ന് ഇൻസ്പെക്ഷൻ വേണ്ട. ആ പണി ഇന്ന് തന്നെ തീർത്ത് കളയാം. ഇലക്ട്രിക്കൽ സർക്യൂട്ടിന്റെ ഡയഗ്രാം അവിടെ ഉണ്ട്. അവിടെ സാർ അവിടെ ഉണ്ട് സാർ. ISI മാർക്ക് എവിടെ? സൂക്ഷിച്ചു നോക്ക് സാറേ, അപ്പൊ കാണും. സാർ ഇത് ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്ന ബെസ്റ്റ് സ്വിച്ചസ് ആണ് സാർ. ISI മാർക്ക് നിർബന്ധമാണ്. മോന്തയ്ക്ക് ഒന്ന് കൊടുത്തിട്ട് കണ്ണാടി എടുത്ത് കാണിച്ചു കൊടുക്കടാ, അപ്പൊ കാണും മാർക്ക്. സോറി, ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. ഇയാളുടെ കാര്യത്തിലോ വയറിംഗിന്റെ കാര്യത്തിലോ? രണ്ടിലും. സാർ ഉടനെ ഇതൊക്കെ ചേഞ്ച് ചെയ്യണം. സാർ അത് ഞാൻ പ്ലീസ് ഒന്ന് പറയട്ടെ. നിക്ക് മര്യാദക്ക് പരിശോധിച്ച് ഒപ്പിടുന്നതാണ് നല്ലത്. ചുമ്മാ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ച് തടസ്സം ഉണ്ടാക്കുക. ഇവരുടെ സ്ഥിരം പണി. വഴിയിൽ മാറണം. ഇല്ലെങ്കിൽ നീ എന്നെ സസ്പെൻഡ് ചെയ്യടാ. ഒപ്പിടുന്ന പട്ടി. എന്താണോ ഒപ്പിടുന്ന പട്ടി ചെണ്ടി നായിന്റെ കുട്ടി വണ്ടി എടുക്കടാ. നീ ഫാക്ടറി തുടങ്ങുന്നത് എനിക്കൊന്ന് കാണണം. ഇനി ഇവിടുത്തെ സാധനങ്ങൾ വല്ലതും കൈകൊണ്ട് തൊട്ടോ ആ കഴിഞ്ഞ വെട്ടിക്കളെ. നിന്നെ ഒന്നും പിരിച്ചുവിടാൻ പറ്റാത്തോണ്ട് എന്റെ കുത്തുവാള എടുപ്പിക്കാന്നുള്ള വിചാരം. പണിയെടുപ്പിച്ച് ഇതിന്റെ മുതലും പലിശയും ഈടാക്കി നിന്റെയൊക്കെ നടു ഓടിച്ചിട്ട് ഈ ലാസർ കൊടുത്ത് വിടും. ജീവിക്കാൻ ഇപ്പം ഒരു മോഹം തോന്നുന്നു.
അതുകൊണ്ട് ചോദിക്കുക, എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? ഒരു ഡോറ് ശരിക്കും അടയുന്നില്ല. അതിനാണ് ഇതൊക്കെ ചെയ്തത്. കെ കാറിന്റെ എല്ലാ പണിയും ചെയ്യും. തന്റെ തലയ്ക്ക് ഒരു രസമുണ്ടോ? ഇന്നലെ കുറച്ച് തലവേദന ഉണ്ടായിരുന്നു. ചേട്ടാ, മര്യാദയ്ക്ക് കാറ് ശരിയാക്കാനാ പറഞ്ഞത്. ക്ഷമിക്കണം, എനിക്കിത് ശരിയാക്കാൻ പറ്റില്ല. ഞാൻ വേറെ വർക്ക്ഷോപ്പിൽ പോയി നല്ലൊരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് എന്റെ ചെലവ് നന്നാക്കി തരാം. താൻ പിന്നെ ആരാ? ഞാൻ കെ ഓട്ടോമോൾസ് പ്രൊപ്പറേറ്റർ മിസ്റ്റർ മനോഹരൻ. അവൻ ജോലി അറിഞ്ഞുകൂടാത്ത ഒരു ജോലിക്കാരൻ.